الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. ബഹുമാന മുഅ്മിനുകളെ, നാം ഇപ്പോൾ ഒത്തുചേർന്നത് നമുക്കെല്ലാം ആദരണീയരും മുസ്ലിം കേരളം ഏറെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്ത മഹാപാണ്ഡിത്യത്തിൻ്റെ ഉടമയുമായ തിരൂരങ്ങാടി ബാപ്പു ഉസ്താദിൻ്റെ അനുസ്മരണ വേദിയിലാണ്. അള്ളാഹുവേ, ആ മഹാൻ്റെ ദറജ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട ബാപ്പു ഉസ്താദ് പാണ്ഡിത്യത്തിൻ്റെ നിറകുടമായിരുന്നു. ഞാൻ വളരെ ചെറിയ പ്രായത്തിൽ നന്ദി ദാറുസ്സലാം അറബിക് കോളേജിൽ പഠിക്കുന്ന കാലം മുതഅല്ലിമായി വഅലിന് പോകാറുണ്ട്. അന്ന് തന്നെ 4 ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന വഅല് പരമ്പരക്ക് പോകും. കോളേജുകൾ ഒഴിവുള്ള ദിവസമൊക്കെ നോക്കി. കണ്ണൂർ ജില്ലയിലെ മാട്ടൂലിനടുത്ത് തെക്കുംപാട് പ്രദേശത്തുള്ള ആളുകൾ നന്ദി കോളേജിൽ വന്ന് എന്നെ വഅലിന് ക്ഷണിച്ചു. വഅലിൻ്റെ ദിവസമായി ഒരു വ്യാഴാഴ്ച ഞാൻ തെക്കുംപാട് എത്തി. അവിടെ ചെന്നപ്പോൾ ഒരു വലിയ മുദർരിസും വലിയ മുതഅല്ലിമീങ്ങളും ഞാനാകെ വിറച്ചുപോയി. എനിക്കിത് തിരൂരങ്ങാടി ബാപ്പു മുസ്ലിയാരാണെന്നോ ഇത്ര വലിയൊരു മഹാപണ്ഡിതനാണെന്നോ ഒന്നും അറിയില്ല. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് മഹാനവറുകളെ കണ്ടപ്പോൾ ആദ്യ കാഴ്ചയിൽ തന്നെ ആ ഒരു വല്ലാത്ത പുഞ്ചിരി അതെൻ്റെ ഹൃദയത്തിൽ തറച്ചു. ആ ഒരു വല്ലാത്ത വിനയാന്വിതനായ ചില അന്വേഷണങ്ങൾ അത് എൻ്റെ ഹൃദയത്തെ സ്വാധീനിച്ചു. ദൂരെ നിന്ന് കണ്ടപ്പോൾ അവിടുത്തെ മുഖത്തിൻ്റെ ഗാംഭീര്യവും, ദൂരെ നിന്ന് കണ്ടപ്പോൾ അവിടുത്തെ ആജാനുബാഹുവായ ശരീരപ്രകൃതിയും, അടുത്തിരുന്നപ്പോൾ അവിടത്തോടുണ്ടായ മതിപ്പും ബഹുമാനവും അത് വേറെ തന്നെ ഒരു അനുഭവമായിരുന്നു. ഒരു നിറഞ്ഞ പുഞ്ചിരിയോടുകൂടെ മഹാനവറുകൾ കാര്യങ്ങൾ അന്വേഷിച്ചു. അന്ന് സ്ത്രീ ഇസ്ലാമിൽ എന്നതാണ് എനിക്കവിടെ സംസാരിക്കാനുള്ള വിഷയം. ഞാൻ ആ പ്രസംഗത്തിൽ ചില പദ്യങ്ങളും, അന്ന് പ്രസംഗിച്ച് പഠിക്കുന്ന കാലമായതുകൊണ്ട് പലതും വായിക്കുന്ന കാലമാണ്, അങ്ങനെ ചില ഉറുദു കവിതകളൊക്കെ പ്രസംഗത്തിന് വേണ്ടി പഠിച്ചു വെച്ചതും ആ വഅലിൽ ഉപയോഗപ്പെടുത്തി. ബഹുമാനപ്പെട്ട ബാപ്പു ഉസ്താദ് പള്ളിയിൽ ഇരുന്ന് ഈ വഅലെല്ലാം പൂർണ്ണമായും കേൾക്കുന്നുണ്ടായിരുന്നു എന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു. വഅല് കഴിഞ്ഞ് ഞാൻ പള്ളിയിലെത്തിയപ്പോൾ വല്ലാത്ത ഒരു സന്തോഷത്തിൽ എന്നെ സ്വീകരിച്ചു. എന്നോട് ചോദിച്ചു, നിങ്ങൾ ആ ചൊല്ലിയ പദ്യം, ആ ബെയ്ത്ത് എവിടെയാണ് കണ്ടത്? ഞാൻ പറഞ്ഞു, ഉസ്താദേ, ഞാൻ മുതഅല്ലിമല്ലേ, ഇതൊക്കെ വഅലിന് വേണ്ടി പഠിച്ചതാണ്, അങ്ങനെ നഖലുകളൊന്നും കണ്ടത് ഓർമ്മയില്ല. അപ്പോൾ ബഹുമാനപ്പെട്ടവർ ഉടനെ തന്നെ ഷെയ്ഖ് സാദ, തഫ്സീർ ബൈളാവിയുടെ ഷെയ്ഖ് സാദ എടുത്തിട്ട് ഉടനെ
ഞാൻ ചൊല്ലിയിരിക്കുന്ന ആ ബെയ്ത്ത് യാ റബ്ബി ഇന്നകദു മന്യം വ മഗ്ഫിറതി എന്ന് തുടങ്ങുന്ന ആ ബെയ്ത്ത് അപ്പോൾ തന്നെ ബഹുമാനപ്പെട്ടവർ എനിക്ക് കാണിച്ചു തന്നു. സുബ്ഹാനല്ലാഹ്. ഞാൻ അന്നത്തെ പ്രസംഗത്തിൽ ചൊല്ലിയിരിക്കുന്ന ഉറുദു കവിത അത് ബഹുമാനപ്പെട്ടവർ മറ്റൊരു ഒരു പുസ്തകം മറിച്ച് എനിക്ക് കാണിച്ചു തന്നു. അങ്ങനെ ഞാനും ബാപ്പുസ്താദും 1982 അങ്ങനെ ഒരു ബന്ധം സ്ഥാപിച്ച ശേഷം പിന്നീട് ബഹുമാനപ്പെട്ടവർ അവിടെ നിന്ന് മാറി ചെറുവണ്ണൂരിൽ വന്നു. വടകരക്കടുത്ത് ചെറുവണ്ണൂരിൽ ബഹുമാനപ്പെട്ടവരുടെ ദർസ് നിൽക്കുന്ന സ്ഥലത്ത് യുക്തിവാദി സംഘത്തിൻ്റെ നേതാവ് അന്ന് ഒരു പുസ്തകം എഴുതിയിരുന്നു, എടമറുക്, ഖുർആൻ ഒരു വിമർശന പഠനം. ആ പുസ്തകത്തെ വെച്ചുകൊണ്ട് ഖുർആൻ ഒരു വിമർശന പഠനം അബ്ദുൽ അലി എന്ന കാപ്പാട്ടുകാരൻ യുക്തിവാദി ചെറുവണ്ണൂരിൽ പ്രസംഗിച്ചു. ബഹുമാനപ്പെട്ട ബാപ്പുസ്താദ് ചെറുവണ്ണൂർക്കാരായ കമ്മിറ്റിയിൽപ്പെട്ട 3 ആളുകളെ നന്ദിയിലേക്ക് പറഞ്ഞയച്ചു. അവിടെ ഒരു വയത് പറയുന്ന കുട്ടിയുണ്ട്, അവരോട് വരാൻ പറയണം. അവർ ബാപ്പുസ്താദിൻ്റെ എഴുത്തുമായി വന്നു. ഞാൻ വയത് ഏറ്റു. അന്ന് ഖുർആൻ ഒരു വിമർശന പഠനം, അതിന് അബ്ദുൽ അലി നടത്തിയിരിക്കുന്ന പ്രസംഗത്തിന് മറുപടി പറയുകയാണ് വേണ്ടത്. ഞാൻ നേരത്തെ തന്നെ ബാപ്പുസ്താദിൻ്റെ അടുത്തെത്തി. ബഹുമാനപ്പെട്ടവരിൽ നിന്ന് അവിടെ പറഞ്ഞ പ്രസംഗത്തിൻ്റെ മറുപടികളെല്ലാം ഞാൻ ബാപ്പുസ്താദിൽ നിന്ന് ചോദിച്ചു പഠിച്ചു. ഉസ്താദിൻ്റെ വിശാലമായ മനസ്സും ഉസ്താദിൻ്റെ ആ സന്തോഷവും ഞാൻ ഇപ്പോഴും ഇങ്ങനെ കണ്ണിൽ കാണുന്നുണ്ട്. ഒരു കൊച്ചു മുതല്ലിമായി ഞാൻ ഉസ്താദിൻ്റെ റൂമിലിരുന്നു. വിശുദ്ധ ഖുർആൻ ഒരു വിമർശന പഠനം എന്ന പുസ്തകത്തിലുള്ള കാര്യങ്ങൾക്ക് ഉസ്താദ് എനിക്ക് ധാരാളം മറുപടികൾ പറപ്പിച്ചു. എന്നോട് പറഞ്ഞു, ഇതൊക്കെ നിങ്ങൾ പ്രസംഗിക്കും, എനിക്ക് പ്രസംഗിക്കാൻ കഴിയൂല. ഇവരിങ്ങനെ പുഞ്ചിരിച്ചിട്ട് വെറ്റില മുറുക്കിയിട്ടുള്ള ആ പുഞ്ചിരിയിൽ പറയാൻ, എനിക്ക് പ്രസംഗിക്കാൻ കഴിയൂല. നിങ്ങളന്ന് കാപ്പാട് പ്രസംഗിച്ചില്ലേ, അതേപോലെ നിങ്ങൾ ഇവിടെ നന്നായി പ്രസംഗിച്ചോളൂ. അൽഹംദുലില്ലാ, ഉസ്താദിൻ്റെ ആ അംഗീകാരം, ഉസ്താദിൻ്റെ ആ സന്തോഷമുള്ള വാഗ്ദ്വാരണികൾ, ഒരു സ്വന്തം ഒരു തിൽമീദിനെ പോലെ എന്നെ കണ്ടുകൊണ്ടുള്ള ആ ഒരു സന്തോഷമുള്ള ഉപദേശങ്ങൾ, അതെല്ലാം എൻ്റെ ജീവിതത്തിൽ വലിയ മുതൽക്കൂട്ടായി. അങ്ങനെ ഞാൻ അന്ന് പ്രസംഗം കഴിഞ്ഞ് ഉസ്താദ് എന്നെ കണ്ടു. ഞാൻ യാത്ര പറയുന്നതിന് മുമ്പ് ഉസ്താദിനെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അൽഹംദുലില്ലാ, ഉസ്താദിന് വളരെ സന്തോഷമായി. അങ്ങനെ ചെറിയ മുതല്ലിമാകുമ്പോൾ ഉസ്താദുമായി ഉണ്ടായ ആ അടുപ്പം പിന്നീട് മുറിയാതെ നിലനിർത്തിപ്പോന്നു. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ വഫാത്താകുന്നതിൻ്റെ 3 മാസം മുമ്പ് ഞാൻ ഉസ്താദിനെ വീട്ടിൽ പോയി കാണുമ്പോൾ ഉസ്താദ് എന്നെ കണ്ട ഉടനെ എന്നോട് പറഞ്ഞു, നമ്മൾ തമ്മിലുള്ള ബന്ധം ഇപ്പോഴൊന്നും തുടങ്ങിയതല്ല കേട്ടോ, നിങ്ങൾ മറക്കരുത്. ആ വാഗ്ജകമൊക്കെ എൻ്റെ ഹൃദയത്തിൽ അത് തറച്ചു നിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ആ വലിയ മഹാപണ്ഡിതൻ, ആ മഹാമനീഷി ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, നിങ്ങളും ഞാനുമുള്ള ബന്ധം കൂറ്റമ്പാറേ ഇപ്പോഴൊന്നും തുടങ്ങിയതല്ല കേട്ടോ, നിങ്ങൾ മറക്കരുത്. സുബ്ഹാനല്ലാഹ്, ആ വാക്ക് എന്നെ വല്ലാതെ സ്വാധീനിച്ചു. ഞാൻ പിന്നീട് ഒരു മാസം കഴിഞ്ഞ് വീണ്ടും ബഹുമാനപ്പെട്ടവരെ ഒന്ന് സന്ദർശിക്കാൻ വേണ്ടി ചെന്നു. എപ്പോഴും ഒരു തമാശയാണല്ലോ ബഹുമാനപ്പെട്ടവർ, തിരൂരങ്ങാടിക്കാരുടെ ബാപ്പുവാക്ക, നമ്മുടെ എം കുഞ്ഞു മുഹമ്മദ് ഹാജി, അതേപോലെ തന്നെ സിദ്ദീഖ് ഹാജി, അതേപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന സൈനുദ്ദീൻ ഹാജി, എല്ലാവരും അവരൊക്കെ എപ്പോഴും പറയും ബാപ്പുവാക്ക. ആദ്യമൊന്നും ആരാണ് ഈ ബാപ്പുവാക്ക എന്നുള്ളത് നമുക്ക് മനസ്സിലായിരുന്നില്ല. ബഹുമാനപ്പെട്ട ബാപ്പുസ്താദിനെയാണ് തിരൂരങ്ങാടിയിലെ ആളുകളൊക്കെ ഒരു കുടുംബ അംഗത്തെ പോലെ അവർ ബാപ്പുവാക്ക എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട ബാപ്പുസ്താദിനെ ഞാൻ താമസിയാതെ ഒന്നുകൂടി കാണാൻ ചെന്നപ്പോൾ ഞാനൊന്ന് തമാശക്കൊരു വാക്കുകൊണ്ട് തുടങ്ങി, ഉസ്താദെ
ഇന്നാൾ കണ്ട മാതിരിയല്ല, ഇന്നിപ്പോൾ നല്ല റാഹത്തുണ്ട് കണ്ടപ്പം, ശരീരമൊക്കെ ഒന്ന് റാഹത്തായ മാതിരിയാണ്. ഉടനെ എന്നെ തിരിച്ചടിച്ചുകൊണ്ട് പറഞ്ഞു, ആ ഷോക്കേസൊക്കെയാണ് വെച്ചാൽ മതിയാ. നോക്ക് നിങ്ങൾ എന്ത് പറഞ്ഞാലും അപ്പം അതിന് ആ പ്രായമുള്ള അതേപോലെ തന്നെ രോഗാവസ്ഥയിൽ നിൽക്കുമ്പോഴും ഉസ്താദിൻ്റെ മനസ്സ് ആ സന്തോഷത്തിലും ആ തെളിഞ്ഞ രൂപത്തിലുമാണ്. എപ്പോൾ കണ്ട് പിരിയുമ്പോഴും അടുത്തൊന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് ദുആ ചെയ്യണം കേട്ടോ, ദുആയിൽ മറക്കരുത് കേട്ടോ. ഒരിക്കൽ ആ പ്രാവശ്യം തന്നെ കണ്ട് പിരിയുമ്പോഴാണെന്നാണ് എൻ്റെ ഓർമ്മ, ചേർത്ത് പിടിച്ചുകൊണ്ട് നിങ്ങൾ ധാരാളം സ്റ്റേജുകളിൽ മുഅ്മിനീങ്ങളെ ധാരാളമായി ദുആക്ക് കിട്ടുന്ന അവസരം ലഭിക്കുന്ന ആളാണ്. അതുകൊണ്ട് നിങ്ങളെ ദുആയിൽ എന്നെ പ്രത്യേകം ചേർക്കണം എന്ന് ഓർമ്മപ്പെടുത്തിയത് ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്. അല്ലാഹ് വലിയ വലിയ ആലിമീങ്ങളെ വാർത്തെടുക്കാൻ സാധിച്ച, വലിയ വലിയ സയ്യിദന്മാർക്ക് കിതാബോധി കൊടുക്കാൻ ഭാഗ്യം ലഭിച്ച, കേരളം കണ്ട പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ പ്രമുഖരായ ബാപ്പു ഉസ്താദ് നമ്മെ വിട്ടുപിരിഞ്ഞെങ്കിലും ഭൗതിക ശരീരം മാത്രമേ നമ്മെ വിട്ടുപിരിഞ്ഞിട്ടുള്ളൂ. അവിടുത്തെ എന്നെന്നും നാം ഓർക്കുകയാണ്. ബഹുമാനപ്പെട്ട ബാപ്പു ഉസ്താദിൻ്റെ അറബി സാഹിത്യത്തിലെ ധാരാളം കവിതകളും പദ്യങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. പുതിയ തലമുറയിലെ സംഘാടകർക്ക്, SSFൻ്റെ പ്രവർത്തകർക്ക് ആവേശകരമായി ബാപ്പു ഉസ്താദ് നൽകിയിരിക്കുന്ന അറബി മുദ്രാവാക്യങ്ങൾ, ബാപ്പു ഉസ്താദ് നൽകിയിരിക്കുന്ന മലയാള പാട്ടാണെന്ന് തോന്നുന്ന രൂപത്തിൽ മലയാളത്തിൻ്റെ ഇശരിലുള്ള പാട്ടുകൾ, ഫിദ്ദുലമി ദുലമിൽ ജഹരി നജ്രി ബൈനൽ ഫിതനി ഫസാദി എന്ന് തുടങ്ങിക്കൊണ്ട് ബഹുമാനപ്പെട്ടവരുടെ ഗദ്യങ്ങൾ, പദ്യങ്ങൾ, അതെല്ലാം ഇന്നും എല്ലാവരുടെ നാവിലും എല്ലാവരുടെ ഹൃദയത്തിലും നിറഞ്ഞു നിൽക്കുകയാണ്. ധർമ്മപുരി എന്ന പേരിൽ SSFൻ്റെ സംഘടനാ ചരിത്രത്തിൽ ഏറ്റവും വലിയൊരു സമ്മേളനം ചമ്മാട് മാനിപ്പാടത്ത് വെച്ച് നടത്തിയിരുന്നു. അന്ന് ഞാൻ SSFൻ്റെ ജില്ലാ പ്രസിഡൻ്റാണ്. PK അബ്ദുറഹ്മാൻ മാഷ്, കോടൂർ മുസ്തഫ മാഷ്, അതേപോലെ തന്നെ ചേറൂർ അബ്ദുള്ള മുസ്ലിയാർ, ഞങ്ങളെല്ലാം ആണ് അന്നൊരു കമ്പനി. സമ്മേളനത്തിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടും പിന്നീട് സംഘടനയ്ക്ക് ഫലപ്പെടുത്തുന്ന രൂപത്തിൽ ട്രെയിനിങ് നൽകുന്നതിനുമായി 313 അംഗങ്ങൾ അടങ്ങുന്ന ഒരു പടയണിയെ ആ സമ്മേളനത്തിൽ സജ്ജീകരിച്ചു. ലജ്നത്തുർ റിബാത്ത് എന്നാണ് അതിന് നാമകരണം ചെയ്തിരുന്നത്. ഇസ്ബിറു വ സ്വാബിറു വ റാബിത്തു എന്നാണ് അതിൻ്റെ പ്രമേയം. അതാണ് ലജ്നത്തുർ റിബാത്ത്. ആ 313 അംഗങ്ങളെ ഞങ്ങൾ പ്രത്യേക ട്രെയിനിങ് നൽകി പരിശീലിപ്പിച്ചു വരികയാണ്. ഇന്ന് സംഘടനാ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന പലരും അന്നത്തെ ആ ടീം അംഗങ്ങളാണ്. PKM സക്കാഫി ഇരിങ്ങല്ലൂർ, താഹിർ സക്കാഫി മഞ്ചേരി, പടിക്കൽ അബൂബക്കർ മാഷ്, അബ്ദുൽ ബാരി അബുദാബിയിലുള്ള, ഉസ്മാൻ താന്നാളൂർ, അങ്ങനെ ഒട്ടേറെ, നമ്മുടെ പുത്തനത്താണി മുഹമ്മദ് അലി, അങ്ങനെ ഒട്ടേറെ ആളുകളെ കാണാം. ഇന്ന് സംഘടനാ രംഗത്ത് മലപ്പുറം ജില്ലയിൽ, സ്റ്റേറ്റിലും ജില്ലയിലുമൊക്കെയായി, SYSലും മുസ്ലിം ജമാഅത്തിലുമൊക്കെയായി നിറഞ്ഞു നിൽക്കുന്ന പലരും ധർമ്മപുരിയുടെ സന്താനങ്ങളാണ്. ആ സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ സമസ്ത ഉള്ളിൽ പിളർന്നിട്ടുണ്ട്, പക്ഷേ പുറത്ത് ആ പിളർപ്പ് പ്രകടമായിട്ടില്ല. ആ സമയത്തും കൂടിയാണ്. ആ സന്ദർഭങ്ങളിലെല്ലാം നമ്മുടെ ആ സമ്മേളനം വിജയിപ്പിക്കുന്നതിൽ ബാപ്പു ഉസ്താദിൻ്റെ സാന്നിധ്യം, ബാപ്പു ഉസ്താദിൻ്റെ ധൈര്യം പകർന്നു തരൽ, ബാപ്പു ഉസ്താദ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഉപദേശങ്ങൾ, സുബ്ഹാനല്ലാഹ്, എത്ര വിലപ്പെട്ടതായിരുന്നു. പലപ്പോഴും
പല വിഷയങ്ങളിലും നമ്മുടെ ആലിമീങ്ങളെയും നേതൃത്വത്തെയും ഒക്കെ സമീപിക്കുമ്പോൾ പല തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് ലഭിക്കുക. അവർക്കിടയിലെ ചില തർക്കങ്ങളുടെ ഭാഗമായി ദുരിതം അനുഭവിക്കേണ്ടി വന്നു ഞങ്ങളെല്ലാം. ആ സന്ദർഭങ്ങളിലെല്ലാം ബാപ്പുസ്താദിനെ പോയി കാണുമ്പോൾ അവിടെ നിന്ന് നൽകുന്ന ഉപദേശം, അവിടെ നിന്ന് നൽകുന്ന സാന്ത്വനത്തിൻ്റെ വാക്കുകൾ, അത് നമ്മുടെ ഹൃദയത്തെ എത്രമാത്രമാണ് സ്വാധീനിച്ചത്. തിരൂരങ്ങാടി, ചെമ്മാട്, കൊടിഞ്ഞി, ചെറുമുക്ക്, കുണ്ടൂര്, കളിയാട്ടമുക്ക്, മൂന്നിയൂര്, ആ പരിസരങ്ങളിലെല്ലാം ഉള്ള ആളുകൾ ധർമ്മപുരി സമ്മേളനത്തിൻ്റെ സഹായികളായും അതിൻ്റെ സംഘാടകരായും മാറ്റിയെടുക്കുന്നതിൽ, അവിടെയുള്ള ഒരുപാട് ഉമറാക്കളെ കുട്ടികളായ ഞങ്ങൾക്ക് സംഘടിപ്പിച്ചു തരുന്നതിൽ ബാപ്പുസ്താദിൻ്റെ സാന്നിധ്യം വളരെ വലുതായിരുന്നു. അതേപോലെ തിരൂരങ്ങാടിയിൽ വെച്ച് നടത്തിയ പണ്ഡിത ക്യാമ്പ്, മറക്കാൻ സാധിക്കുകയില്ല. നമ്മുടെ കുഞ്ഞുമോൻ ഫൈസി നവ്വറല്ലാഹു മർക്കദ മഹാനവറുകൾ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ആളാണ്. കുഞ്ഞുമോൻ ഫൈസി, അതേപോലെ തന്നെ ഇന്ന് നമ്മോടൊപ്പമുള്ള തെന്നല കുഞ്ഞലവി ഫൈസി, ഇവരെല്ലാം അടങ്ങുന്ന ഒരു വലിയ ടീം പണ്ഡിത ക്യാമ്പ് നിശ്ചയിച്ചു. തിരൂരങ്ങാടിയിൽ നടന്ന ആ പണ്ഡിത ക്യാമ്പ് ബഹുമാനപ്പെട്ട തിരൂരങ്ങാടി ബാപ്പുസ്താദിൻ്റെ നേതൃത്വത്തിലാണ് ശരിക്കും അത് നടന്നത് എന്ന് പറയാം. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട ബാപ്പുസ്താദ് അവിടുത്തെ മനസ്സും അവിടുത്തെ ശരീരവും അവിടുത്തെ വിലപ്പെട്ട ടൈമും അള്ളാഹുവിൻ്റെ ദീൻ പൊരുത്തപ്പെട്ട മാർഗത്തിൽ മാത്രമേ ചെലവഴിച്ചിട്ടുള്ളൂ എന്ന കാര്യം ഉറപ്പാണ്. മഹാപ്രതിഭകളായ പണ്ഡിതന്മാരെ വാർത്തെടുക്കുക, അതേപോലെ ധാരാളം ഉമറാക്കളെ ദീനുമായി അടുപ്പിക്കുക, ദീർഘകാലം ഇൽമിൻ്റെ ഖിദ്മത്തിലായി മാത്രം ജീവിക്കുക, ഇതെല്ലാം ഭൂമിയിൽ അല്ലാഹു തആല നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളാണ്. അതെല്ലാം ഒത്തിണങ്ങിയ മഹാനായിരുന്നു ബഹുമാനപ്പെട്ട ബാപ്പുസ്താദ്. ബഹുമാനപ്പെട്ടവരുടെ ഖസീദത്തുൻ നുഅ്മാനിയയുടെ മുഹമ്മസ്, നമ്മുടെ എല്ലാം ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നതാണ്. ബഹുമാനപ്പെട്ടവരുടെ ബദരിയത്ത്, സുബ്ഹാനല്ലാഹ്, കടബാധ്യതയിൽ മുഴുകി കടബാധ്യത പെരുകി കഷ്ടപ്പെടുമ്പോൾ ബാപ്പുസ്താദിൻ്റെ ആ ബദരിയത്ത് എടുത്തുകൊണ്ട് അതങ്ങ് ഹൃദയത്തിൽ നിറഞ്ഞ് നിയ്യത്ത് ചെയ്തുകൊണ്ട് ചൊല്ലിയാൽ ആ കടത്തിൽ നിന്ന് സലാമത്ത് കിട്ടുന്ന അനുഭവം 100 കൂട്ടമാണ്. പരിശുദ്ധ ഹറം ഷരീഫിൽ ഹജ്ജ് കർമ്മത്തിനായി പോയി 40 ദിവസം ഒരുമിച്ച് താമസിച്ചപ്പോൾ ബാപ്പുസ്താദുമായുള്ള അടുപ്പം അത് വളരെ വർദ്ധിച്ചു. സുബ്ഹാനല്ലാഹ്. മദീന മുനവ്വറയിലെ പൂമുറ്റത്ത് ആ പച്ച കുബ്ബ കണ്ടുകൊണ്ട് മണിക്കൂറുകൾ ഒരൊറ്റ നൃത്തം നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ടവർ കണ്ണിൽ നിന്ന് കുടുകുടാ കണ്ണുനീരിങ്ങനെ ഒഴുക്കുന്നു. പുറത്തേക്ക് ഒരു ശബ്ദവും പറയുന്നില്ല, ഒന്നും പറയാൻ സാധിക്കുന്നുമില്ല. ബാപ്പുസ്താദ് ഞങ്ങൾക്ക് ചീഫ് അമീറാണ്. SYS ഹജ്ജ് സംഘത്തിൻ്റെ ചീഫ് അമീറാണ് ബാപ്പുസ്താദ്. ഞങ്ങൾ മദീന മുനവ്വറയിലെ മുറ്റത്തെത്തി. നേരെ മുന്നിൽ അൽ ഖുബ്ബത്തുൽ ഖദറാ,
നേരെ ബാക്കിൽ ജന്നത്തുൽ ബഖീഅ, അത് രണ്ടിൻ്റെയും മധ്യത്തിൽ നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ബാപ്പുസ്താദ് കണ്ണിൽ നിന്ന് കുടുകുടാ കണ്ണുനീരൊഴുക്കി ഏങ്ങി ഏങ്ങി ബഹുമാനപ്പെട്ടവർ കരയുന്നുണ്ട്. ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. ആ രംഗം ഞാനിപ്പോഴും എൻ്റെ കണ്ണിൽ കാണുകയാണ്. അല്ലാഹുവേ, ബഹുമാനപ്പെട്ട ബാപ്പുസ്താദിനെയും ഞങ്ങളെല്ലാവരെയും ഹബീബിൻ്റെ ജിവാറിൽ നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ബാപ്പുസ്താദിൻ്റെ മക്കൾ, കുടുംബങ്ങൾ, അവിടുത്തെ ശിഷ്യഗണങ്ങൾ, മുഹബ്ബീങ്ങൾ, ഞങ്ങൾക്കെല്ലാവർക്കും ഹൗദുൽ കൗസറിൽ സന്തോഷത്തോടുകൂടെ കണ്ടുമുട്ടി ഹബീബിൻ്റെ തൃക്കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങിക്കുടിക്കാൻ നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.